നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ബയേൺ മ്യൂണിക്ക് തന്നെയാണ്. 2-നെതിരെ 9 ഗോളുകൾക്കാണ് ഡൈനാമോ സാഗ്രെബിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. റയൽ മാഡ്രിഡും അതുപോലെ തന്നെ ലിവർപൂളും ഒക്കെ വിജയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി, ഇന്റർ മിലാൻ, അതുപോലെ തന്നെ ആഴ്സണൽ എന്നിവർക്കൊക്കെ സമനില വഴങ്ങേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. FC ബാഴ്സലോണ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആദ്യ റൗണ്ട് അവസാനിച്ചതിന് ശേഷമുള്ള ഒരു പവർ റാങ്കിങ് CBS സ്പോർട്സ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ 16 സ്ഥാനങ്ങളിൽ ഉള്ളവരെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്കാണ് വരുന്നത്. മികച്ച പ്രകടനം അവർ നടത്തി ഒരു റെക്കോർഡ് തന്നെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. രണ്ടാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ആണ്. 1-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു സ്റ്റുട്ട്ഗർട്ടിനെ അവർ പരാജയപ്പെടുത്തിയത്. അവർക്കും വലിയ കിരീട സാധ്യതകൾ ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. മൂന്നാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. സമനില വഴങ്ങിയെങ്കിലും മികച്ച പ്രകടനം സിറ്റി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കിരീട സാധ്യത വലിയ രൂപത്തിൽ അവർക്ക് കൽപ്പിക്കപ്പെടുന്നുണ്ട്. PSG 4-ാം സ്ഥാനത്താണ്. ജിറോണക്കെതിരെ അവർ വിജയിച്ചിരുന്നു. ഒരു മികച്ച അറ്റാക്കിംഗ് ഗെയിം തന്നെയായിരുന്നു PSG കളിച്ചിരുന്നത്. 5-ാം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു. AC മിലാനെ പരാജയപ്പെടുത്തിയവരാണ് ലിവർപൂൾ. അവർക്ക് വലിയ സാധ്യതകൾ ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. 6-ാം സ്ഥാനത്ത് യുവൻറ്റസ് ആണ് വരുന്നത്. തിയാഗോ മൊട്ടയുടെ യുവൻറ്റസ് തകർപ്പൻ പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 7-ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നു. RB ലീപ്സിഗിനെ അവർ പരാജയപ്പെടുത്തി. 8-ാം സ്ഥാനത്താണ് ബാഴ്സലോണ വരുന്നത്. ആദ്യ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബാഴ്സയെ ഒരു കാരണവശാലും നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. 9-ാം സ്ഥാനത്ത് ആഴ്സണൽ വരുന്നു. ഗോൾ രഹിത സമനിലയാണ് അവർ വഴങ്ങിയത്. ഇന്റർ മിലാൻ 10-ാം സ്ഥാനത്ത് വരുന്നു. 11-ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ വരുന്നു. ഒരു മികച്ച തുടക്കം ബയറിന് ലഭിച്ചിട്ടുണ്ട്. എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ഫെയനൂർദിനെ അവർ പരാജയപ്പെടുത്തിയത്. 12-ാം സ്ഥാനത്ത് അറ്റ്ലാന്റ വരുന്നു. 13-ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് ലിസ്ബൺ. 14-ാം സ്ഥാനത്ത് ബെൻഫിക്ക. 15-ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോർട്ട്മുണ്ട്. 16-ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല എന്നിങ്ങനെയാണ് വരുന്നത്. ഇതാണ് CBS സ്പോർട്സ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പവർ റാങ്കിങ്. ഏതായാലും ഇനിയും ഒരുപാട് മാച്ച് റൗണ്ടുകൾ പിന്നിടാനുണ്ട് എന്നുള്ളതാണ്. ആരായിരിക്കും ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷനുകൾ രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.